സ്കൂൾ സമയമാറ്റം സംഘടനകളുമായി സംസാരിച്ച് ബോധ്യപ്പെടുത്തുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ആശയക്കുഴപ്പം മാറ്റുക എന്നതാണ് ചർച്ചയിലൂടെ ലക്ഷ്യമാക്കുന്നത്. ഒരു സംഘടനയെയും വെല്ലുവിളിച്ചിട്ടില്ല. സമസ്തയുടെ ഉൾപ്പെടെ പിന്തുണ വേണം. സമയം കൂട്ടുക എന്നതാണ് കോടതി വിധി. സംഘടനയുമായി സംസാരിക്കുന്നത് ഇക്കാര്യമാണെന്നും ശിവൻകുട്ടി പറഞ്ഞു. സിജോ വി ജോൺ തുടരുന്നു. സിജോ, സമസ്തയുമായി ചർച്ചയാവാം എന്ന ഒരു നിലപാട് കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി സ്വീകരിച്ചിരുന്നു. ഈ ചർച്ച എപ്പോഴായിരിക്കുമെന്ന കാര്യത്തിൽ എന്തെങ്കിലും സൂചനകൾ അദ്ദേഹം നൽകിയോ? ചർച്ച എപ്പോഴാണെന്നുള്ള കാര്യത്തിൽ സൂചന നൽകുന്നില്ല. മുഖ്യമന്ത്രി ഉൾപ്പെടെ വിദേശത്താണ്, ചികിത്സയിലാണ്. അതിനുശേഷം മടങ്ങിയതിനു ശേഷം ചർച്ചകളിലേക്ക് പോകാം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാകുന്നത്, ഈ ചർച്ച എന്ന് പറയുന്നത് ഇത് സമയമാറ്റത്തിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ മാറ്റാം എന്നുള്ള ഒരു മുൻവിധിയോട് കൂടിയിട്ടുള്ള ഒരു ചർച്ചയായിരിക്കില്ല. അത്തരം ഒരു അജണ്ടയോട് കൂടിയുള്ള ഒരു ചർച്ചയായിരിക്കില്ല. അതിന് പകരം കോടതി വിധി ഈ സമയം മാറ്റം അല്ലെ സമയം മാറ്റം വേണമെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ നയവും അത്തരത്തിലുള്ള കാര്യങ്ങളാണ്, ചട്ടങ്ങളും അത്തരം കാര്യങ്ങൾ ആണുള്ളതാണ്. ഇതിനപ്പുറത്തേക്ക് വിദ്യാഭ്യാസ വകുപ്പിന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. കാരണം ഇതിനെല്ലാം മറികടന്നുകൊണ്ട് ഒരു ഗവൺമെന്റിനോ വിദ്യാഭ്യാസ വകുപ്പിനോ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് വസ്തുതാപരമായ ഒരു കാര്യം. ആ ഒരു കാര്യങ്ങൾ മുൻനിർത്തി മാത്രമായിരിക്കും ഈ ഒരു ചർച്ചകൾ പോവുക. ആ ചർച്ചയിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ കാര്യങ്ങൾ സമസ്ത ഉൾപ്പെടെയുള്ള സംഘടനകളുമായി അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇത്രയും ദിവസവും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വിചാരിച്ചിരുന്നത് ഇത്തരത്തിലുള്ള ചർച്ചകൾ വരുമ്പോഴത്തേക്കും സർക്കാരും ഇതിനോട് അനുകൂലമായി മാറുന്നു അല്ലെങ്കിൽ അത്തരത്തിൽ നടപടികളിലേക്ക് പോകുമെന്നാണ് തോന്നിയിരുന്നത്. പക്ഷേ ഇന്നത്തെ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നുള്ള ഒരു കാര്യം വ്യക്തമാണ്, ഇത് പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നുള്ള കാര്യങ്ങളിലേക്ക് മാത്രമാണ് പോകുന്നത്. അതിനപ്പുറത്തേക്ക് കോടതി വിധിയെ മറികടക്കുന്നതിനോ അല്ലെങ്കിൽ ചലഞ്ച് ചെയ്യപ്പെടുന്നതിനോ ഒന്നും എന്തായാലും സർക്കാരിന് സാധിക്കില്ല. അത്തരം കാര്യങ്ങളിലേക്ക് പോവുകയില്ല. ഇനി ഇത് വരുവാണെന്നുണ്ടെങ്കിൽ സംഘടനകൾ ആവശ്യം ഉന്നയിച്ചു എന്നുള്ള കാര്യം കോടതിയെ ബോധ്യപ്പെടുത്തും. ഇനി കോടതി തീരുമാനിക്കട്ടെ അത്തരത്തിലുള്ള കാര്യങ്ങൾ മാറ്റങ്ങൾ വരണമോ എന്നുള്ള കാര്യമാണ് പറയുന്നത്. എന്തായാലും ഈ ചർച്ചയുടെ ഉദ്ദേശം എന്താണ് എന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കുകയാണ്.